ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു നല്ല നേതാവ് തൻ്റെ ശുശ്രൂഷ, അത് പുരോഹിതനാകട്ടെ, സന്യസ്തരാകട്ടെ, അൽമായരാകട്ടെ, എങ്ങനെ ആയിരിക്കണം, ഒരു നേതാവിൻ്റെ ജീവിതം പ്രവർത്തനം എങ്ങനെ ആയിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. അതിനെക്കുറിച്ച്: അനുചരർക്കു വേണ്ടി തീരുമാനങ്ങൾ സ്വയം എടുക്കുന്ന നേതാവ് നല്ല നേതാവല്ല. നല്ല തീരുമാനം ഒറ്റക്ക്, വൺ മാൻ ഷോ അല്ലേ നമ്മൾ പറയും. മറിച്ച് ഒരു സർവാധിപതിയാണ്. അനുചരരിലെ ദൈവീക ഭാവത്തെ അയാളൊരു സർവാധിപതിയാണ്. അനുചരരിലെ ദൈവീക ഭാവത്തെ അയാൾ അതിലൂടെ അവഗണിക്കുകയും, അതായത് ദൈവത്തെ തന്നെയാണ് അവഗണിക്കുന്നത്. സർവാധിപത്യം. ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പ് അല്ലെങ്കിൽ 4 ചെവി എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരും ചവിട്ടി ഒതുക്കിയിട്ട് ദൈവിക ഭാവത്തെ അയാൾ അവഗണിക്കുകയും നിന്ദിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണ് അവഗണന? നിന്ദനം. ഇത് രണ്ടുമാണ് ഇതിലൂടെ കാണിക്കുന്നത്. സ്വയം എല്ലാ തീരുമാനവും, ആരോടെല്ലാം എന്തെല്ലാം ചോദിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള നിലപാട്. അയാളൊരു മതപുരോഹിതനോ മതനേതാവോ ആണെങ്കിലോ കാര്യങ്ങൾ കൂടുതൽ വഷളായിത്തീരും. കാരണം ആളുകൾ അകന്ന് പോകും. കർദിനാളായിരുന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഷെയർ ചെയ്ത പഠിപ്പിച്ച ഒരു പ്രബോധനമാണ് കർദിനാൾ ബെർഗോളിയോ അല്ലേ. അപ്പോൾ അതിന് ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 സാമുവേൽ 7:8 അവിടെ പറയുന്ന ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപതിയായി ഞാൻ നിയമിച്ചു എന്ന് പറഞ്ഞാൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നേതാവിനോടും ഓരോ ലീഡറിനോടും പറയുന്ന ഇതാണ്. നമ്മൾ ആരും ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, ഇന്ന് നമ്മൾ അലങ്കരിക്കുന്ന പദവികളും ഉത്തരവാദിത്തങ്ങളും ആര് തന്നതാണ്? നമ്മുടെ കഴിവോ മഹത്വമോ അല്ല. ദൈവം ആട്ടിടയനായ ദാവീദിനെ ഈ രാജസിംഹാസനത്തിലേക്ക് ഉയർത്തിയ രക്ഷകനായ യേശു പോലും ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് പിറന്നതെന്ന്. അപ്പോൾ ഇസ്രായേലിന് അധിപതിയായിട്ട് നിയമിച്ചു. 2 സാമുവേൽ 7:8. ഇതുപോലെ പല ആധിപത്യങ്ങളും അധികാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചവിട്ടാനോ ഒതുക്കാനോ അല്ല, അത് ദൈവത്തിൻ്റെ ശുശ്രൂഷ വേലയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ വിളിയാണെന്നുള്ള എളിമ എപ്പോഴും ഉണ്ടാകണം. കാരണം പരിശുദ്ധ അമ്മ പറഞ്ഞ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അഹങ്കാരികളെ അവിടുന്ന് ചിതറിക്കും, ഹൃദയബീജത്തിൽ അഹങ്കാരിക്കുന്നവരെ ചിതറിച്ച് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടം വരെ എത്താൻ നിൽക്കണ്ട, അതിനു മുമ്പ് മാറ്റം വരുത്തുക. റോമ 12:8 പറയുന്നുണ്ട്, ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. എന്തിലുപയോഗിക്കണം? ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടും വർദ്ധിക്കട്ടെ. എന്ത് നല്ല പോയിന്റ്സാണ് പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത്. റോമ 12:8 മറന്നു പോരുത്. അപ്പോൾ ദാനം ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? ഔദാര്യ മനസ്ഥിതി ഉണ്ടാണ്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ. അത് നമ്മുടെ കടമയാണെന്നുള്ള മനോഭാവം ഉണ്ടാണ്. നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയുള്ളവരായിരിക്കണം. എന്താണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ചൊപ്പിച്ചാൽ പോരാ. കാരണം അത് ഉത്തിരിപ്പ് കടം കൂടെയാണ്. ഞാനിരിക്കുന്ന പദവിയിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ നന്നായിട്ട് ആ പദവിയുടെ അധികാരം, ആ ശുശ്രൂഷ ചെയ്യാൻ ഇടയുണ്ട്. എന്നാൽ ദൈവം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ തോന്നുമ്പടി എനിക്ക് സമയമുള്ളപ്പോൾ എനിക്കിങ്ങനെ സൗകര്യമുള്ളൂ എന്ന് പറയുന്നത് പോലെ അടിച്ചമർത്തലും അടിച്ചേൽപ്പിക്കലുമാണോ എന്ന് മാത്രമല്ല, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടും വർദ്ധിക്കട്ടെ. എന്തെല്ലാം ചെയ്താലും ഒരു കൊട്ട മുഖവും അല്ലെങ്കിൽ മുഖവും വീർപ്പിച്ച് ഒരു പ്രസന്നതയുമില്ല, എപ്പോഴും വഴക്കിട്ട പോലെ നടക്കുക, പിന്നെ മറ്റുള്ളവരെ വില കുറച്ച് കാണുക, അതൊന്നും നല്ല
മനോഭാവങ്ങളല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റം വരുത്തണം. അപ്പോൾ 2 വചനങ്ങൾ കേട്ടു. ഇനി 3 വചനങ്ങളും കൂടെ തരികയാണ്. റോമ 15:16 എന്നാണ്. റോമ 15:16 വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവും ആകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൗരോഹിത്യ അഭിഷേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ശുശ്രൂഷ എളിമയോടുകൂടെ ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്തത് ഹെബ്രായർ 5:1 ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അതുകൊണ്ട് കുത്തൊഴിഞ്ഞൊരു ജീവിതം നയിക്കാനല്ല, തോന്നുമ്പടി അഹങ്കാരത്തോടെ ജീവിക്കാനല്ല. ഓരോ ശുശ്രൂഷകളും ഏറ്റെടുക്കുന്ന പുരോഹിതനാകട്ടെ, അൽമായനാകട്ടെ, വചനപ്രഭാഷകനാകട്ടെ, കൗൺസിലർ ആകട്ടെ, ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ, മധ്യസ്ഥ പ്രാർത്ഥനക്കാരാകട്ടെ, എന്ത് ചെയ്യണം? അവർ ദൈവീയ കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അപ്പോൾ അതൊരു സമർപ്പണ മനോഭാവം ഉണ്ടാകണം. പിന്നെ 1 പത്രോസ് 2:5 പറയുന്നുണ്ട്, നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ശിലയായി പടുത്തുയർത്തപ്പെടട്ടെ എന്ന്. എന്ത് ചെയ്യണം? സജീവ ശിലകൾ കൊണ്ടുള്ള ആത്മീയ ശില. സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിൽ പോയി കഥ. അല്ലെങ്കിൽ നിരീശ്വരവാദികളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട്, യൂണിയൻകാരും ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ തരം താണതായി അധംപതിക്കരുത്. അപ്പോൾ ആത്മീയ ശിലയായി പടുത്തുയർത്തപ്പെടട്ടെ, ഈശോമിശിഹ വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികളാകുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനവും ആകുകയും ചെയ്യട്ടെ. ഇത് നമുക്ക് ബോധ്യമുണ്ടാകണം. കാരണം കൊളോസസ് 2:14 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയും, അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റെടുക്കുന്ന ഓരോ ശുശ്രൂഷകളിലും മറ്റുള്ളവരെ അടിച്ചമർത്താനോ ആധിപത്യം പുലർത്താനോ ഇല്ലായ്മ ചെയ്യാനോ അല്ല, ദാസൻ്റെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട്, എന്നാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് എതിർപ്പുകളുണ്ടാകാം, അവഗണന ഉണ്ടാകാം, പിന്നെ വേണ്ട അംഗീകാരം ലഭിക്കാതെ വന്നേക്കാം. ദൈവത്തിന് ചെയ്യുന്ന ശുശ്രൂഷയുടെ മനോഭാവത്തോടെയും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് കൃപയിൽ ആശ്രയിച്ച് ചെയ്യിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഈ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നേതാവോ ഒരു ലീഡറോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഉന്നത പദവികൾ അലങ്കുന്നവരോ ശുശ്രൂഷ ചെയ്യുന്നവരോ ആരും ആകട്ടെ, അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനം നിറയ്ക്കട്ടെ, പ്രയോജനങ്ങളും മാറ്റങ്ങളും ബോധ്യങ്ങളും ഉണ്ടാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മനുഷ്യരും മറ്റുള്ളവരും അധികാരികളും തന്നില്ല എങ്കിലും ദൈവം ഓരോ മുടിനാരുടെ പോലെ എണ്ണുന്നവനാണ്. അതുകൊണ്ട് തക്ക പ്രതിഫലം തന്നിരിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ കമൻസുകൾ, ഷെയറുകൾ, ലൈക്ക് എല്ലാം ശുശ്രൂഷാവേലയിൽ സപ്പോർട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വചനവും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.